ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻമകജെ എന്ന നോവലാണ്. കാസർഗോഡ് ജില്ലയിലെ എൻമകജെ എന്ന ഗ്രാമത്തിൽ 1/4 നൂറ്റാണ്ടുകാലം വിഷമഴ പെയ്തതിൻ്റെ കൊടും ദുരന്തങ്ങളും ദുരിതങ്ങളും മനുഷ്യരാശിയെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും ബാധിച്ചതിൻ്റെയും അവരുടെ തീരാ ദുരിതങ്ങളുടെയും വേദനകളുടെയും കഥ പറയാൻ ശ്രമിക്കുകയാണ് അംബികാസുധൻ മാങ്ങാട് എൻമകജെ എന്ന നോവലിലൂടെ. ഈ നോവൽ മനുഷ്യൻ അവൻ്റെ ആർത്തിയും ദുരയും ഒടുങ്ങാത്ത ആർത്തിയും ദുരയും കൊണ്ട് പാരിസ്ഥിതികമായി ഉണ്ടാക്കുന്ന വലിയ ആഘാതങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ്. ഈ നോവലിൽ ഉടനീളം ലാഭക്കൊതിയുടെ, കുത്തകകളുടെ ലാഭക്കൊതിയുടെ ബലിയാടുകളായ മനുഷ്യരെ കാണാം. ആ മനുഷ്യർ നിരപരാധികളായ, നിസ്സഹായരായ കുറേ മനുഷ്യരാണ്. കാസർഗോഡ് ജില്ലയിലെ സ്വർഗ, എൻമകജെ തുടങ്ങിയ ഗ്രാമങ്ങൾ വിഷമഴ പെയ്യുന്നതിന് മുമ്പ് 2000-ലാണ് പാരിസ്ഥിതിക പ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ ശ്രമഫലമായി എൻഡോസൾഫാൻ തെളിക്കുന്നത് നിർത്തലാക്കുന്നത് 2000-ലാണ്. അതിനു മുൻപുള്ള 25 വർഷക്കാലമാണ് ആ നാട്ടിൽ എൻഡോസൾഫാൻ എന്ന ഭീകരമായ രാസവിഷം, കീടനാശിനി പറങ്കിമാവിൻ കാടുകളിൽ, പറങ്കിമാവിൻ തോട്ടങ്ങളിൽ തെളിക്കുന്നത്. അതിൻ്റെ പരിണത ഫലമായിരുന്നു ആ നാട്ടിലെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും നേരിടേണ്ടി വന്ന അറ്റമില്ലാത്ത ദുരിതങ്ങളും ദുരന്തങ്ങളും. എത്രയോ കുഞ്ഞുങ്ങൾ ജന്മനാൽ തന്നെ അംഗവിഹീനരായി തീർന്നു. എൻഡോസൾഫാൻ്റെ ഭീതിതമായ ചിത്രങ്ങൾ ഈ നോവലിൽ എമ്പാടുമുണ്ട്. മുടി നരച്ച നവജാത ശിശു, ഒരിക്കലും അടയ്ക്കാൻ സാധിക്കാതെ സദാ തുറന്നിരിക്കുന്ന കണ്ണുകളുള്ള ശിശുക്കൾ, നാവ് പുറത്തേക്ക് ചാടി ഭീകരമായ അവസ്ഥ, തല അസാധാരണമായ വലിപ്പത്തിൽ വളരുന്ന പിഞ്ചു കുഞ്ഞ്. ആ ചിത്രമൊക്കെ നമ്മൾ പത്രമാസികകളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, എൻഡോസൾഫാൻ്റെ ഭീകരതയെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ ക്രൂരത കൊണ്ട്, അവൻ്റെ ലാഭമോഹം കൊണ്ട് പരിസ്ഥിതിയെയും അതിലെ ജീവജാലങ്ങളെയും എങ്ങനെയൊക്കെ നശിപ്പിച്ചു കളയുന്നു, കൊന്നൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വേദനിക്കുന്ന ചിത്രമാണ് എൻമകജെ എന്ന നോവലിൽ അംബികാസുധൻ മാങ്ങാട് ചിത്രീകരിക്കുന്നത്.
ഇതിൽ നീലകണ്ഠനും ദേവയാനിയുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. അവരിലൂടെയാണ് നീലകണ്ഠൻ്റെ ആലോചനകളിലൂടെയാണ്, ചിന്താഗതികളിലൂടെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത്. നീലകണ്ഠനും ദേവയാനിയും പ്രകൃതിയും പുരുഷനും പോലെ സംഗമിക്കുന്നവരാണ്. പ്രകൃതി പുരുഷ സങ്കല്പം ഈ നീലകണ്ഠനിലൂടെയും ദേവയാനിയിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ മനുഷ്യരാശിയുടെ ക്രൂരതകളിൽ മനം മടുത്ത് ഇനി മനുഷ്യ സമൂഹത്തിൽ ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊടുങ്കാടിൻ്റെ ഉള്ളിലേക്ക് സ്വയം പിൻവലിയുകയാണ് നീലകണ്ഠൻ. തന്നോടൊപ്പം വരാൻ തയ്യാറായ ദേവയാനിയോട് മനുഷ്യ സമൂഹവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് തൻ്റെ കൂടെ വരാൻ നീലകണ്ഠൻ ആവശ്യപ്പെടുകയാണ്. മേലിൽ മനുഷ്യ സമൂഹവുമായി യാതൊരു ബന്ധവും പുലർത്തരുതെന്നും നീലകണ്ഠൻ ശഠിക്കുന്നു. അങ്ങനെ അവർ ജടാധാരി മലയുടെ കീഴിലുള്ള കാടിനുള്ളിൽ ഒരു കുടിൽ കെട്ടി പൊറുക്കുകയാണ്. അവരുടെ ഏക വരുമാന മാർഗം ചൂരൽ കൊണ്ട് നെയ്യുന്ന കുട്ട ദേവയാനി പെർള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അരിയും മറ്റ് അത്യാവശ്യ ഭക്ഷ്യ സാധനങ്ങളും വാങ്ങും. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ദേവയാനി മരണാസന്നനായ ഒരു കുഞ്ഞിനെ, ഒരു നവജാത ശിശുവിനെ കണ്ടെടുത്ത് തങ്ങളുടെ കുടിലിലേക്ക് കൊണ്ടുവരുന്നത്. അത് കണ്ട് നീലകണ്ഠൻ ഭയങ്കരമായി ക്ഷോഭിക്കുകയാണ്. നീലകണ്ഠൻ്റെ ഭയങ്കരമായ ക്ഷോഭമാണ് ഈ നോവലിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ. കാരണം ആ മനുഷ്യകുലത്തിനെ അത്രമാത്രം വെറുത്തു കഴിഞ്ഞു, അത്രമാത്രം ആ മനുഷ്യകുലം അയാളെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുമായി വന്ന ദേവയാനിയോട് അയാൾ അതിഭയങ്കരമായി കയർക്കുകയാണ്, അവളെ കഠിനമായി ശകാരിക്കുകയാണ്. അയാൾ തൻ്റെ വാസസ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ വലിയ കലഹങ്ങൾക്കൊടുവിൽ ഒരു ദിവസം ആ കുഞ്ഞിനെ നോക്കാൻ പോലും നീലകണ്ഠൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഒരു അമ്മയുടെ സഹജമായ മനോഭാവം പോലെ, മാതൃവാത്സല്യം പോലെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനെ ദേവയാനി ശുശ്രൂഷിക്കുകയാണ്. അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ മരണത്തിൻ്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ദേവയാനിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അവൾ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുകയും അതിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ്. നീലകണ്ഠന് ഇത് സമ്മതമല്ല. അദ്ദേഹം പറയുന്നത് വാ കീറിയിട്ടുണ്ടെങ്കിൽ അതിന് ഭക്ഷണവും കിട്ടും എന്നാണ്. പക്ഷേ വലിയ ദുരന്തം ആ കുഞ്ഞിൻ്റെ വാ കീറിയിരുന്നില്ല എന്നുള്ളതാണ്. അതിന് കരയാനോ ശബ്ദമുണ്ടാക്കാൻ പോലുമോ സാധിക്കാതെ നരകയാതന അനുഭവിക്കുകയാണ്. അതിൻ്റെ മേലാസകലം വ്രണങ്ങളാണ്. എൻഡോസൾഫാൻ എന്ന ആ മാരകമായ വിഷം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്രമാത്രം ഭീകരമായിട്ടാണ് ആവേശിച്ചിരിക്കുന്നത് എന്ന് ഈ നോവലിൻ്റെ പാരായണത്തിൽ നമ്മൾ മനസ്സിലാക്കും. ആ കുഞ്ഞിൻ്റെ അകാല നര കണ്ട്
നീലകണ്ഠൻ നടുങ്ങിപ്പോകുന്നു. അപ്പോൾ അതുപോലെയുള്ള ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പിന്നീട് നീലകണ്ഠനും തയ്യാറാവുകയാണ്. ഇങ്ങനെ ഈ ആ സമൂഹത്തോട് ചെയ്ത ക്രൂരതയ്ക്കെതിരെ നീലകണ്ഠൻ എന്ന ചെറുപ്പക്കാരൻ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷം വർഷിക്കുന്നതിനെതിരെ പ്രവർത്തിക്കാൻ, അതിനെ നിർത്തൽ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സന്നദ്ധനായ ഒരാളാണ് നീലകണ്ഠൻ. അതിനുവേണ്ടി അദ്ദേഹം സമൂഹത്തിലെ മറ്റ് ആളുകളുമായി ചേർന്നുകൊണ്ട് ഡോക്ടർമാരുമായും സാമൂഹിക പ്രവർത്തകരുമായും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമായും ഒക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനെയെല്ലാം രാഷ്ട്രീയ, കോർപ്പറേറ്റ്, സമ്പന്ന ലോബികൾ തകർക്കുകയാണ്. അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ അനന്തരഫലമാണ് ഈ കൊടിയ ഒരു ഗ്രാമത്തെ മാത്രമല്ല നിരവധി ഗ്രാമങ്ങളുടെ ജീവിതങ്ങളെല്ലാം ബാധിച്ച ഈ ശാപമെന്ന് നീലകണ്ഠൻ തിരിച്ചറിയുകയാണ്. എന്നാൽ നീലകണ്ഠൻ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് കാണുന്നത്. നേതാവ് എന്ന ഒരു കഥാപാത്രം ഇതിൻ്റെ വലിയ പ്രതിലോമ ശക്തിയായി നിലകൊള്ളുന്നു. മനുഷ്യൻ്റെ എല്ലാ നന്മകളെയും സംഹരിക്കുന്ന ശക്തിയായി, നേതാവായി, രാഷ്ട്രീയ നേതാവായി ഈ നോവലിൽ ആ കഥാപാത്രം ആസുരമായി നിറഞ്ഞാടുകയാണ്. ഈ നാടിനെ രക്ഷിക്കാനുള്ള നീലകണ്ഠൻ്റെയും സുഹൃത്തുക്കളുടെയും ശ്രമങ്ങളെയെല്ലാം നേതാവ് നിഷ്കരുണം അരിഞ്ഞു തള്ളുന്നു. നീലകണ്ഠൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, ഈ നാടിനെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നേതാവ് തകർക്കുകയാണ്. പല വിധത്തിൽ ജനകീയ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോലീസ് മേധാവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷധൂളികളിൽ നിന്നും നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീലകണ്ഠൻ ശ്രമിക്കുകയാണ്. അതിന് അദ്ദേഹം പല തരത്തിലുള്ള എഴുത്തുകുത്തുകളും സമരങ്ങളും സംഘടിപ്പിക്കുന്നു. എന്നാൽ അതൊക്കെ വൃഥാവിലാവുകയാണ്. അതിനെയെല്ലാം തകർത്ത് തോൽപ്പിക്കാനുള്ള, അതിനെയെല്ലാം എതിർക്കാനുള്ള ശക്തി നേതാവിനും നേതാവിൻ്റെ അനുചരർക്കുമുണ്ട്. ആളും അർത്ഥവും കൊണ്ട് നീലകണ്ഠൻ്റെയും ദേവയാനിയുടെയും അതുപോലെയുള്ള സാമൂഹിക പ്രവർത്തകരുടെയും സാമൂഹികമായ പ്രവർത്തനങ്ങളെയെല്ലാം നേതാവിൻ്റെ പിണിയാളുകളും നേതാവിനെ സംരക്ഷിക്കുന്ന കുത്തകകളും വൻകിട ബഹുരാഷ്ട്ര കമ്പനി, വിഷം തെളിക്കുന്ന കമ്പനികളും നേതാവിനെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി നേതാവ് നിലകൊള്ളുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നീലകണ്ഠൻ തൻ്റെ സമരങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നില്ല. നീലകണ്ഠൻ നേതാവിൻ്റെ അരുങ്കൊലകളെക്കുറിച്ച് പോലീസ് മേധാവിക്ക് അറിയിപ്പ് നൽകുകയാണ്. അതിൽ പ്രകോപിതനായി നേതാവും അനുചരവൃന്ദവും നീലകണ്ഠൻ്റെ കുടിലിലെത്തി അവൻ്റെ വാതിൽ തകർത്ത് നീലകണ്ഠനെയും ദേവയാനിയെയും ബലമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വലിയ മരത്തിന് മുകളിൽ തലകീഴായി കെട്ടിത്തൂക്കിയിടുകയാണ്. അവരെ കൊന്ന് കുഴിച്ചു മൂടാനാണ് നേതാവും അനുചരരും വന്നിട്ടുള്ളത്. അങ്ങനെ മരണാസന്നരായി
തൂങ്ങിക്കിടക്കുന്ന നീലകണ്ഠനും ദേവയാനിയെയും ഒരു സർപ്പം സംരക്ഷിക്കുകയാണ്. ഒരു നാടോടി കഥയിലെ പോലെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ ശത്രുവായി കരുതുന്ന, മനുഷ്യൻ ഭീതിയോടെ എപ്പോഴും നോക്കിക്കാണുന്ന, കൺമുന്നിൽപ്പെട്ടാൽ ഉടൻ തല്ലിക്കൊല്ലുന്ന സർപ്പം നീലകണ്ഠൻ്റെയും ദേവയാനിയുടെയും ജീവൻ രക്ഷിക്കുകയാണ്. ആ ജീവൻ രക്ഷിക്കുന്നത് അവരെ സംഹരിക്കാൻ കുഴിവെട്ടുന്ന നേതാവിനെ ദംശിച്ചുകൊണ്ടാണ്. പൊന്തക്കാട്ടിൽ മലവിസർജനത്തിന് ഇരിക്കുന്ന നേതാവിനെ ഈ വിഷപ്പാമ്പ്, സ്വർണ്ണ നിറത്തിലുള്ള കൊടിയ വിഷസഞ്ചികളിൽ വഹിക്കുന്ന സർപ്പം നേതാവിനെ ദംശിക്കുകയാണ്. അതിൽ വിധിയുടെ അലംഘനീയമായ ഒരു നിയോഗം നോവലിസ്റ്റ് ചിത്രീകരിക്കുന്നുണ്ട്. നാടിന് മുകളിൽ കൊടും വിഷം പെയ്യിച്ച് ആ നാട്ടിലുള്ളവരെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെയൊക്കെ തീരാ ദുരിതത്തിലാഴ്ത്തിയ അതിന് നേതൃത്വം നൽകുന്ന, അതിനെ നിലനിർത്തുന്ന നേതാവിനെ സർപ്പത്തിൻ്റെ കൊടും വിഷം കൊണ്ട് തന്നെ സംഹരിക്കുകയാണ്. അങ്ങനെ നേതാവ് വിഷബാധയേറ്റ് നിലവിളിക്കുകയും ദേവയാനിയെയും നീലകണ്ഠനെയും തലകീഴായി കെട്ടിത്തൂക്കി അവർ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവരെ കൊന്നതിന് ശേഷം കുഴിച്ചു മൂടാനുള്ള കുഴി തീർത്തിരുന്ന നേതാവിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അയാളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ പാഞ്ചി എന്ന ഒരു ആദിവാസി വന്ന് നീലകണ്ഠൻ്റെയും ദേവയാനിയുടെയും ജീവൻ രക്ഷിക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിച്ച് അവരെ മോചിപ്പിച്ച് കൊടുങ്കാടിനുള്ളിലേക്ക് അവരെ യാത്രയാക്കുന്നു. മനുഷ്യ സമൂഹത്തിൽ വന്നാൽ തങ്ങൾ വേട്ടയാടപ്പെടുമെന്നും തങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്നും മനസ്സിലാക്കിയ, ഒരിക്കലും തങ്ങളെ ഇനി ജീവനോടെ ഈ സമൂഹം വെച്ചുകൊണ്ടിരിക്കില്ലെന്നും മനസ്സിലാക്കിയ നീലകണ്ഠനും ദേവയാനിയും കൊടുങ്കാടിനുള്ളിലേക്ക് പോവുകയാണ്. ആ കൊടുങ്കാടിനുള്ളിൽ അവർ അക്ഷീണം യാത്ര ചെയ്യുന്നു. അവരുടെ യാത്രയ്ക്കൊടുവിൽ അവർ ഒരു നീർച്ചോല കണ്ടെത്തുന്നു. തെളിമയുള്ള കണങ്കാൽ മൂടുന്ന ആ കുളിർജലം ദേവയാനിയും നീലകണ്ഠനും ദാഹം തീരുവോളം, മതിവരുവോളം കുടിക്കുന്നു. ആ ജലത്തിൻ്റെ തണുത്ത സ്പർശത്തിൽ, അതിൻ്റെ കുളിർമയുള്ള സ്പർശത്തിൽ അവർ അതുവരെ ഉണ്ടായിരുന്ന ഭയവും ക്ഷീണവും വിശപ്പുമെല്ലാം മറക്കുകയാണ്. അങ്ങനെ ആ വനത്തിൻ്റെ കുളിർമയുള്ള ആശ്ലേഷത്തിൽ അവർ അമരുകയാണ്. പിന്നീട് അവർ ഒരു ഗുഹ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ആ ഗുഹ ഒരു ഭാവനയിലൂടെയാണ് നോവലിസ്റ്റ് ചിത്രീകരിച്ചിട്ടുള്ളത്. നോഹയുടെ പേടകം പോലെ ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികൾ നോഹയുടെ പേടകത്തിലുണ്ടായിരുന്നത് പോലെ ആ കൊടുങ്കാടിനുള്ളിലെ വലിയ ഗുഹയ്ക്കുള്ളിൽ ആ ഗ്രാമത്തിൽ നിന്നും നരികളുടെയും കഴുകൻ്റെയും ഗ്രാമമായിരുന്നത്രേ എൻമകജെ പണ്ട്.
നാടായിരുന്നു, കാടായിരിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവരെയെല്ലാം അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് കൊന്നൊടുക്കി മനുഷ്യൻ കയ്യേറിയതാണ് എന്മകജയും സ്വർഗയും പോലെയുള്ള ഗ്രാമങ്ങൾ. അപ്പോൾ മനുഷ്യൻ്റെ വാസസ്ഥലമായതോടുകൂടി അവിടെ നിന്ന് വന്യമൃഗങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി. പിന്നീട് മനുഷ്യന് പോലും വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ വിഷമഴയുടെ കൊടും താപത്തിൽ ഉരുകിപ്പോയി. പിന്നീട് രക്ഷ തേടിയെത്തിയ ആ ഗുഹാമുഖത്തേക്ക് എത്തുമ്പോൾ ഗുഹ സംസാരിക്കുകയാണ്. ഗുഹ പ്രകൃതിയുടെ ഒരു ശബ്ദമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരുന്നത്. ഗുഹ ആദ്യം നീലകണ്ഠനും ദേവയാനിക്കും അതിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്നു. അതിന് കാരണമായി പറയുന്നത്, നിങ്ങൾ അരയിൽ സൂക്ഷിച്ചിട്ടുള്ള, അരയിൽ ഉടുത്തിട്ടുള്ള ആ ജീർണതയാണ്. ആ ജീർണത നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ ഗുഹയിലേക്ക് കടന്നു വരാം എന്ന് ആ പ്രകൃതിയുടെ ശബ്ദം അവരെ അറിയിക്കുന്നു. അങ്ങനെ മനുഷ്യരുടേതായിട്ടുള്ള അവസാനത്തെ അടയാളവും ജീർണതയും ഉരിഞ്ഞു കളഞ്ഞ് നീലകണ്ഠനും ദേവയാനിയും ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വിഷമഴയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയെത്തിയ എന്മകജയി എന്ന ഗ്രാമത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട എല്ലാ മൃഗങ്ങളുടെയും ഓരോ പ്രതിനിധിയുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും പ്രതിനിധികൾ ആ ഗുഹയിലുണ്ട്. ഒരു പീഠത്തിൽ സ്വർണ്ണ നിറമുള്ള സർപ്പം ഇരിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവൻ രക്ഷിച്ച നേതാവിനെ കൊന്ന് തങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ സർപ്പത്തെ നീലകണ്ഠൻ ആഹ്ലാദത്തോടെ നന്ദിയോടെ നോക്കുകയാണ്, സ്മരിക്കുകയാണ്. പിന്നീട് ഈ നോവൽ വല്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മൗഢ്യങ്ങളെ, അവൻ്റെ ലാഭക്കൊതിയെ, അവൻ്റെ പൊങ്ങച്ചങ്ങളെ എല്ലാം കൊടിയ പരിഹാസത്തിന് വിധേയമാക്കുകയാണ്. കാരണം വലിയ പരിവേഷമുള്ള ഒരു കഴുത ഈ നോവലിൻ്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ ഗുഹയ്ക്കുള്ളിലെ ജീവജാലങ്ങളോടും ഗുഹയ്ക്ക് പുറത്തുള്ള മനുഷ്യരാശിയോടും കഴുത സംസാരിക്കുകയാണ്. കഴുത പറയുന്നു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. പൊതുജനം കഴുത എന്ന ആ പരികൽപ്പനയിൽ നിന്ന് കഴുത പറയുന്നത് മനുഷ്യൻ കേൾക്കണമെന്നും, അതീവ ബുദ്ധിമാന്മാരെന്നും, ലോകം മുഴുവനും കീഴടക്കിയെന്നും, ശാസ്ത്രീയമായും അനേകം നേട്ടങ്ങൾ കൈവരിച്ചു എന്നും അഹങ്കരിക്കുന്ന, സദാ മേനി നടിക്കുന്ന മനുഷ്യരാശിയോട്, മനുഷ്യൻ സദാ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന കഴുത എന്ന ജീവി ഉപദേശിക്കുകയാണ്. ലോകത്തിൻ്റെ നെറുകയിലെത്തിയെന്ന്, ശാസ്ത്രത്തിൻ്റെ നേട്ടത്തിൻ്റെ നെറുകയിലെത്തിയെന്ന് അഭിമാനിക്കുന്ന മനുഷ്യനെ കേവലം ചുമടെടുക്കാൻ മാത്രം കഴിയുന്ന, യാതൊരു ബുദ്ധിയുമില്ലാത്ത കഴുത എന്ന് പരിഹസിക്കുന്ന ജീവി മനുഷ്യരാശിയെ ഉപദേശിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക്, പരിഹാസത്തിലേക്ക്, ഒരു ബ്ലാക്ക് ഹ്യൂമറിലേക്ക്, കറുത്ത ഹാസ്യത്തിലേക്ക് ഈ നോവൽ വളരുകയാണ്. അപ്പോൾ മനുഷ്യൻ അവൻ എത്രമാത്രം അപഹാസ്യനാകുന്നു, ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, ഈ ലാഭത്തിനു വേണ്ടി,
സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഈ മണ്ണിനെയും ഈ അന്തരീക്ഷത്തെയും ഭക്ഷ്യവിഭവങ്ങളെയും എല്ലാം വിഷമയമാക്കുന്ന, ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റാത്ത വിധം ഈ ഭൂമിയെ വിഷലിപ്തമാക്കുന്ന മനുഷ്യൻ്റെ ആ ഒടുങ്ങാത്ത ദുരയെയും ആർത്തിയെയും അതിൻ്റെ ഭീകരതയെയും ചിത്രീകരിക്കുകയാണ് അംബികാസുധൻ മാങ്ങാട് തൻ്റെ ഈ ശ്രദ്ധേയമായ എൻ മകജെ എന്ന നോവലിലൂടെ. യഥാർത്ഥത്തിൽ ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന വലിയ ഒരു സങ്കടം പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിസ്സഹായരായ ദരിദ്രരായ മനുഷ്യരെയാണ്. അവരുടെ വേണ്ടത്ര മരുന്നില്ലാതെ, വേണ്ടത്ര ചികിത്സയില്ലാതെ മരണം വരിക്കേണ്ടി വരുന്ന, ജീവച്ഛവമാകേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വേദനാനിർഭരമായ ഓർമ്മകൾ ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ അനുവാചകർ അനുഭവിക്കുന്നുണ്ട്. സാമൂഹികമായ വലിയ തിന്മകൾക്കെതിരെയുള്ള ശക്തമായ ഒരു സാഹിത്യ സൃഷ്ടി തന്നെയാണ് എൻ മകജെ എന്ന് സംശയമില്ല. നിരന്തരമായ സാമൂഹിക പ്രവർത്തകരുടെയും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെയും വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള പ്രവർത്തന ഫലങ്ങളുടെയും ഫലമായി എൻഡോസൾഫാൻ എന്ന ആ മാരക വിഷത്തിൻ്റെ വിപത്തിൽ നിന്ന് ആ നാടിനെ സംരക്ഷിക്കാനായി അതിൻ്റെ വിഷവ്യാപനം നിർത്തിവെച്ചു. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വവും സാമൂഹിക പ്രവർത്തകരുടെയും നിരന്തരമായ പ്രവർത്തനം കാരണം ആ നാട് ഇപ്പോൾ ആ വിഷമഴയിൽ നിന്നും മോചിതമായിരിക്കുന്നു. 2000-ലാണ് എൻഡോസൾഫാൻ വർഷിക്കുന്നത് നിർത്തിയത്. അതിനുശേഷം ആ നാട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ 4 നൂറ്റാണ്ടുകാലം അറ്റമില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ച, ഇപ്പോഴും ആ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എൻഡോസൾഫാൻ ഇരകൾക്ക് ഈ നോവൽ, എൻഡോസൾഫാൻ ഇരകളുടെ കണ്ണീരിൻ്റെ ഗദ്ഗതങ്ങളുടെ കഥയാണ് എൻ മകജെ എന്ന ഈ നോവൽ. ഈ നോവലിൻ്റെ വായന പാരിസ്ഥിതികമായി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ എത്രമാത്രം കടുത്തതാണെന്നും അതിൻ്റെ ദുരന്തം പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടി എത്രമാത്രം ജനിതകമായ വൈകല്യങ്ങളോടെ ബാധിക്കുന്നു എന്നുമുള്ള ഞെട്ടിക്കുന്ന ഭീകരമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. എത്ര കൊടിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടായാലും മനുഷ്യർ അതിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ലെന്നും ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ലെന്നും തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ നോവലിൻ്റെ പാരായണവേള എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോവലിൻ്റെ പാരായണം പാരിസ്ഥിതികമായ കൂടുതൽ അവബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.